ലോക ജലദിനത്തിൽ ഒരു പുഴ വീണ്ടെടുക്കാനെത്തിയത് 5000-ലേറെ പേർ. കോഴിക്കോട് പേരാമ്പ്രയ്ക്കടുത്ത് ചങ്ങരോത്ത് പഞ്ചായത്തിലെ ചെറുപുഴയെ ശുചീകരിക്കാൻ നാട്ടുകാരുടെ കൂട്ടായ്മ ഒത്തുചേർന്നു. 7 കിലോമീറ്ററിലേറെ ദൂരം പുഴയെ പഴയ പ്രതാപത്തിലേക്ക് ഒഴുക്കിവിട്ടതിന്റെ ആഹ്ലാദം ശുചീകരിച്ചവരിൽ കാണാമായിരുന്നു. ഇങ്ങനെ ഒരുമിച്ച് നിന്നാൽ കൈവിട്ടുപോയ ഏതു പുഴയെയും തിരിച്ചു പിടിക്കാമെന്നാണ് ഇവർ പറയുന്നത്. കോഴിക്കോട് ജില്ലയിലെ ചങ്ങരോത്ത് പഞ്ചായത്തിലെ ചെറുപുഴ ജലസമൃദ്ധി കൊണ്ട് പേരുകേട്ട പുഴയായിരുന്നു. കുറ്റ്യാടി പുഴയുടെ കൈവഴിയായ ചെറുപുഴ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി. പുഴയോരത്ത് കാട് വളർന്നും മണ്ണ് നിറഞ്ഞും ഒഴുക്ക് തടസ്സപ്പെട്ടു. അങ്ങനെ പുഴ നാശത്തിൻ്റെ വക്കിലായി. കടുത്ത വേനലിലും നല്ല വെള്ളമുള്ള പുഴയെ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ തലമുറകളോടുള്ള അനീതിയാകുമെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ ജലദിനത്തിൽ അവർ ഒരുമിച്ചത്. പുഴയെ പഴയ പ്രതാപകാലത്തെ പോലെ ഒഴുക്കാനായി കൈമെയ് മറന്ന് അവർ പുഴയിലേക്ക് ഇറങ്ങി. 5000-ൽ പരം സന്നദ്ധ പ്രവർത്തകർ ഒത്തുചേർന്ന് ഈ പുഴയെ ഈ പഞ്ചായത്തിൻ്റെ ജലവാഹിനിയാക്കി മാറ്റാനുള്ള ഭഗീരഥ പ്രയത്നത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 19 വാർഡിലെ ഭൂജനങ്ങളാണ് ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നത്. ഈ പുഴ വീണ്ടെടുത്ത് ഇവിടെ മുൻപ് ഉണ്ടായിരുന്ന രീതിയിൽ കുളിക്കടവുകൾ ഉണ്ടാക്കി, അതുപോലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹായത്തോടു കൂടി നല്ല മുളകൾ വെച്ചുപിടിപ്പിച്ച് ഏറ്റവും ഭദ്രമായ രീതിയിൽ ഈ നാടിന് വേണ്ടി ഈ പുഴയെ സംരക്ഷിക്കും എന്നുള്ളതാണ് ഈ ജലദിനത്തിൽ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാനുള്ളതും. പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പുഴയെ തിരിച്ച് അതിൻ്റെ നേരത്തെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു ഒഴുക്ക് സുഗമമാക്കുന്നതിന് ഇത്രയേറെ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് തന്നെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാ വാർഡുകളിൽ നിന്നുമായി 5000-ലധികം പേരാണ് 7 കിലോമീറ്റർ ദൂരം പുഴ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തത്. ജില്ലാ കളക്ടർ എൻ തേജ് ലോഹിത് റെഡ്ഡി ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാട്ടുകാർക്ക് പുറമെ വിദ്യാർത്ഥികളും യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമെല്ലാം പങ്കാളിയായി. ന്യൂസ് 18 പേരാമ്പ്ര. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.